അപ്പോൾ നമ്മൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കാൻ. അതിനുശേഷം ഇതുപോലെ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് എന്തായാലും ടേൺ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ഷെഫ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഞ്ച് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് പാൻ കേക്ക്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട, ലെറ്റ്സ് കുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ പാൻ കേക്ക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈദയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുകയാണ്. ഇപ്പം പറഞ്ഞ തന്നെ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് മൈദയിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഏകദേശം 1 ടീസ്പൂണോളം നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമ്മളുടെ പാൻ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഉപ്പാണ്. ഉപ്പ് ശരിക്കും നമ്മൾ ചെറിയൊരു പിഞ്ച് മതി, ജസ്റ്റ് നമ്മളുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പിഞ്ച് മാത്രമേ നമുക്ക് ഉപ്പ് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ആദ്യം നല്ല രീതിയിലൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം ഉറപ്പ് വരുത്തുക എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്നുണ്ടെന്ന്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് നേരെ കട്ട പിടിച്ചിട്ട് പെട്ടെന്ന് മിക്സ് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗളിലേക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞൊരു മുട്ടയാണ്. ഒരു ഫുൾ മുട്ട നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ഫുൾ മുട്ട നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കും, നമ്മൾ ഈ ഉപയോഗിക്കുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിലിരിക്കുന്നതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ തണുത്ത രീതിയിലുള്ളതൊന്നും, അതായത് മുട്ടയും നമ്മളിനി ആഡ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നും നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്നും യൂസ് ചെയ്യുന്നതല്ല. ഓൾറെഡി എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ മുട്ട ജസ്റ്റ് ആഡ് ചെയ്തിട്ട് യോക്കൊന്ന് പൊടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ്. അപ്പോൾ പാൽ ശരിക്കും നമുക്ക് 1/2 കപ്പ് തൊട്ടൊരു 3/4 കപ്പോളം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സമയത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1/2 കപ്പോളം പാലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലേവറിംഗ് ആണ്, അതായത് നമ്മുടെ വാനില എസൻസ് ആണ്. അപ്പോൾ നമ്മൾ വാനില എസൻസ് ഏകദേശം 1 ടീസ്പൂണോളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വാനില എസൻസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ പാൻ കേക്ക് റെസിപ്പിയാണ്, അതുകൊണ്ട് ഒരുപാട് വലിയ ഫ്ലേവറിങ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു സംഭവം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അതായത് നമ്മുടെ ഓയിലാണ്. ഓയിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബട്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബട്ടർ എന്തായാലും ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഓയിലിൽ ചെയ്തത്. അപ്പോൾ ഓയിലും ആക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ആ ഓയിലൊക്കെ ഒന്നതിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള കട്ടി തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തോന്നിയാൽ മാത്രം നമ്മൾ കുറച്ച് പാല് നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3/4 കപ്പോളം മാറ്റി വെച്ചിരിക്കുക, അത്ര ആവശ്യം വരത്തില്ല. എന്നാൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കാൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ബാറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു തവ വെച്ചിട്ടുണ്ട്. തവ വെച്ചിട്ട് അതിലേക്ക് ശകലം ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഹീറ്റിൽ മാത്രമേ പാൻ വയ്ക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലാഡിൽ, നമ്മളൊരു ലാഡിലാണ് എടുക്കുന്നത്. ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ലാഡിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളതാണ് യൂസ് ചെയ്തത്. എന്നിട്ട് 2 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ലോ ഹീറ്റിലാണല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് എന്തായാലും ടേൺ ചെയ്യുക. അപ്പോൾ ടേൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാൻ കേക്ക് റെഡിയായി. അപ്പോൾ ഇപ്പോൾ നമ്മളെ പാൻ കേക്ക് റെഡിയായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്താൽ ഫുള്ളി കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഒന്ന് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ പാൻ കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കുറച്ച് ഹണിയാണ് ഇതിനകത്ത് ഡ്രിസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് മേപ്പിൾ സിറപ്പാണ്. മേപ്പിൾ സിറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പ് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്ത പാൻ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിന്ന് ഷെയർ ചെയ്ത ഒരു സിമ്പിൾ പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി തന്നെ ഓൾട്ടർ ചെയ്ത് പല വെറൈറ്റി പാൻ കേക്ക്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പീസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.